ഹേ ഗൈസ് എല്ലാം മച്ചമാർക്കും ഗുഡ് ഡേയ്സിൻ്റെ ഒരു പുതിയ ഗെയിം പ്ലേ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അങ്ങനെ നമ്മൾ ഒരുപാട് നാളെ ഗൈസ് ഒരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് കണ്ടിട്ട് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ഗൈസ് ഗോട്ട് സിമുലേറ്റർ ഗെയ്സ്. അപ്പം നമ്മളിന്നൊരു ആടാണ് ഗെയ്സ്. അതെ ഗെയ്സ്, നമ്മളിന്ന് ഒരു ആട് ജീവിതമാകാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ബോറടിപ്പിക്കാനുള്ള പറഞ്ഞ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്തോ. അപ്പോൾ എന്തായാലും നേരെ വീട്ടിലോട്ട് ഗെയ്സ്. അങ്ങനെ നമ്മൾ ഗെയിമിനകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഗെയ്സ്, നമ്മൾ ഇതിനകത്തൊരു ആടാണ് ഗെയ്സ്. അതെ, നമുക്ക് എന്ത് വേണം ചെയ്യാം, ഒരു ഓപ്പൺ വേൾഡാണ്. ഞാൻ പിന്നെ ഗെയ്സ് ഇത് കളിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ചെയ്യണമെന്ന് എനിക്ക് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഗെയിമിലോട്ട് കിടക്കാം. ഗെയ്സ്, അങ്ങനെ നമ്മൾ വേൾഡിനായിട്ട് വന്നിട്ടുണ്ട് ഗെയ്സ്. എന്തായാലും ഗെയ്സ് അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട് ഗെയ്സ്. ഇതാണ് ഗെയ്സ് നമ്മളൊരു അടിപൊളി ഒരു മുട്ടനാടാണ് ഗെയ്സ്. എൻ്റെ മോനെ ഇപ്പോൾ എന്തായാലും പൊളി. അപ്പോൾ ഈ ചെറുതായിട്ടൊന്ന് ഗ്ലിച്ച് അടിക്കുന്നു എനിക്കൊരു സംശയം. അപ്പോൾ പക്ഷേ അത് ഗെയിമിനകത്ത് ഫസ്റ്റ് കയറുന്നുണ്ടായിരിക്കും. ഗെയ്സ് നമുക്ക് നല്ലൊരു റിയൽ ലൈഫ് ഗോട്ടിനൊക്കെ നല്ലൊരു ചാടാനും ഓടാനൊക്കെ പറ്റുന്നുണ്ട് ഗെയ്സ്. പക്ഷേ BP ഉണ്ടെന്ന് തോന്നുന്നു ഗെയ്സ് ആടിന്. കാരണം അപ്പോഴപ്പോഴും തലയിറങ്ങി വരുന്നുണ്ട്. എന്തെന്ന് അറിയത്തില്ല, ഗ്ലിച്ചാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഗെയ്സ് എന്തായാലും നമ്മളൊരു ആക്റ്റീവായിട്ടുള്ള ആടാണ്. കാരണം നമുക്ക് ചാടാനും ഓടാനൊക്കെ നല്ലപോലെ പറ്റുന്നുണ്ട് ഗെയ്സ്. നമുക്കിത് എടുക്കാൻ പറ്റുമോ? ഓക്കെ. ഗൈസ്, നമ്മൾ ഒറ്റ ചാട്ടത്തിൽ അങ്ങ് വെള്ളി വരെ അങ്ങ് എത്തുകയാണ് ഗൈസ്. നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. പക്ഷേ നമുക്ക് അവരെ നോക്കണം. നമുക്ക് ഇച്ചിരി നമ്മൾ ജാടയൊക്കെ ഇട്ട് കുറച്ചങ്ങ് പോവാം. പിന്നെ ഗൈസ് നമ്മളെ നാക്കിൻ്റെ നീളം അബ്ബാരമാണ്, കണ്ടില്ലേ? നാക്ക് എന്താ ഗൈസ്, എന്താ എൻ്റെ മോനെ പെട്ടിയൊക്കെ നാക്ക് വെച്ചെടുത്ത് എറിയുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നേരെ എണീച്ച് നമുക്ക് വേൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാം ഗൈസ്. ഗൈസ് ഇവിടെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് കാടും കുറച്ച് വീടും മലയും ആൾക്കാരൊക്കെ ഉള്ളൂ. നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ഗൈസ് ഇവിടെ സമരം നടക്കുന്ന ഐശ്വര്യം. അപ്പോൾ നമ്മളറിയാതെ ഗൈസ് ഇവിടെ സമരം നടക്കുന്ന വീണ് എല്ലാവരും മുമ്പ് നാണം കെട്ടി ശനിയിൽ പെട്ടെന്ന്. അതല്ല ഗൈസ്, നമ്മൾ പണ്ട് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാണമാണ്. അപ്പോൾ നമ്മളറിയാതെ ഇവിടെ റെഡ് ഫ്ലാഗ്സ് ഇവിടെ സമരം ചെയ്യുന്നു. ഓർഡർ എല്ലാവരും ഓർഡറാ ഗൈസ്. പിന്നെ നമ്മളെ ഗൈസ് നാട്ടിൽ എല്ലാവർക്കും പേടിയാണ്. നമ്മൾ തൊട്ടാൽ തന്നെ ഓടും ഗൈസ്. ഒരുത്തന്നെ ഇവിടെ അവസ്മാരമൊക്കെ വന്ന് നമ്മളെ കണ്ട്. അതൊക്കെ കോമഡിയാണ് എന്തായാലും. ഗൈസ് ഇവിടെ കാർ എൻ്റെ ഓനെ ഗൈസ്, അതെന്താ അത്? കാറ് തൊട്ടതേ ഓർമ്മയുള്ളൂ ഗൈസ്. ഒറ്റ തെറുപ്പോ അതെന്താ ഗൈസ്? എവിടെ കൂടെയൊക്കെ ഗൈസ് ഇവിടെ ഈ ഗെയിമിനകത്ത് വണ്ടി കയറണത് ഒരു രക്ഷയില്ല ഗൈസ്. പിന്നെ ഗൈസ് എന്തായാലും നമ്മൾ ഒരു കാര്യം ഉറപ്പാക്കിയിട്ടുണ്ട്, ഈ സിറ്റിയിലെങ്ങും ഫിറോസ് ഒക്കെ ഇല്ല ഗൈസ്. ഉണ്ടെങ്കിൽ നമ്മളത് എപ്പോഴും ഇത് കേൾക്കേണ്ടി വന്നേനെ. അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഫിറോസൊക്കെ പറ്റി പേടിക്കണ്ട. അപ്പോൾ ഗൈസ് നമുക്ക് ഒടുക്കത്തെ പവറാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഈ വേൾഡൊക്കെ ഒന്ന് ചുറ്റി കാണണം എന്തായാലും. പിന്നെ ഇവിടെ സമ്മേളനം കൂടിയാണ് ഗൈസ്. നമ്മൾ പറഞ്ഞില്ല ഇവിടെ റെഡ് ഫ്ലാഗ് ഒന്നും വേണ്ടെന്ന് ഗൈസ്. ഒരൊറ്റ ചാട്ടത്തിന് എല്ലാവരും പറയും. എല്ലാവരും ഏറിലാണ്, കണ്ടില്ലേ? എല്ലാവരും ഏറിലൊക്കെയാണ്. എന്ത് ചെയ്യും, നമ്മളെ പവർ ഗൈസ്. ഏറിലൊക്കെ എല്ലാവരും ഓടുന്നു. ഓക്കെ അവിടെ എന്താ ഇവിടെ പാർട്ടിയായി. നമ്മൾക്ക് ഇവിടെ പാർട്ടിയൊന്നും ഇഷ്ടമല്ല. നമ്മളിവിടുത്തെ മെയിൻ, മനസ്സിലായില്ലേ? എന്താ നമ്മളെ പേടിയില്ലേ? ഈ 7 എന്താ ഗൈസ് നമ്മളെ പേടിയില്ലാത്ത? ഓടറാ പിന്നെ അല്ല. അയ്യോ ഗൈസ്, തീ പിടിച്ച്. ഇപ്പം നമ്മളിതാ ആകുമെന്നാണ് ഗൈസ് തോന്നണത്. അയ്യോ ഗൈസ്, മൂട്ടി തീ പിടിച്ചു ഗൈസ്. സ്വിമ്മിംഗ് പൂളല്ലേ? ചാടി. അയ്യോ ചാടി. ഇപ്പം മട്ടൻ മന്തിയാവും. ചാടി. ഗൈസ് പോയി തീ പോയി. ഭാഗ്യത്തിന് പോയി. ഇല്ലെങ്കിൽ ഇതാ ഇപ്പം ആയേനെ. അപ്പോൾ അതിന് അതിന് രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ഗൈസ് സ്വിമ്മിംഗ് പൂളിനകത്ത് പക്ഷേ വെള്ളമില്ല. ചാടികൾ നമ്മൾ ചമ്മിപ്പോയേനെ. ഗൈസ് ഇത് നമുക്ക് ഇതിൽ ചാടാൻ പറ്റും. ഗൈസ് ചാടാൻ പറ്റുന്നുണ്ട് ഗൈസ്. അത്യാവശ്യം നല്ല പൊക്കത്തിൽ ചാടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ വെളിയിറങ്ങും ഗൈസ്. എനിക്ക് ഏണി വെച്ച് ഇറങ്ങാൻ പറ്റുമോ? ചാടി വെക്കാം. അയ്യോ ഗൈസ്, കഴുത്തിപ്പോൾ ഒടിഞ്ഞ് വീഴും ഗൈസിലേക്ക്. ചാടാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഏണി വഴി ഇറങ്ങി വെക്കാം. ഏണി എവിടെ ഗൈസ്? ഒരു ചരിവ്. ഗൈസ് ഏണി വഴിയൊക്കെ ഹാർഡ് കയറാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഗൈസ്. അത് ഗൈസ് നമുക്ക് BP കുറവുണ്ട്. അതാണ് ഗൈസ് അപ്പോഴെപ്പോഴും ഇങ്ങനെ തലയിറങ്ങി വീഴുന്നത്, കണ്ടില്ലേ? എൻ്റെ മോനെ ഗൈസ്, ഇത് തൊടുമ്പത്തെ നമ്മുടെ തെറിപ്പിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി പോവാണ്. ഒരു ഇതുമില്ല അതിനൊക്കെ. പിന്നെ അല്ല നമ്മൾ ഗൈസ് ചാട്ടം രക്ഷയില്ല. അത് വേറെ കാര്യം. ഗൈസ് അപ്പം പറഞ്ഞില്ലേ BP ആണ് ഗൈസ്. തലയും കണ്ണെന്നും കണ്ടുവിടാ. ഒരൊറ്റ വിചാരമുള്ളൂ ഓടണമെന്ന്. ഓടി അങ്ങ് പെട്രോൾ പമ്പ് ഒരു തീട്ടല്ല. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമ്മൾ മിക്കവാറും അപ്പോൾ അതുകൊണ്ട് വേണ്ട ഗൈസ്. ഇതാ ഇറങ്ങി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇടിച്ചു വെക്കാം. ഇത്ര ദൂരം തെറിച്ചു പോകുന്ന നോക്കാം. കിട്ടാനില്ല ഗൈസ്. ഇടി അവനെ തന്നെ ഇടുക്കി ചെല്ല്. ഇടി. ഗൈസ് തൊട്ടപ്പം തന്നെ ഒരു പറപ്പിൽ ഇതാ വന്ന് കിടക്കുന്നു. എൻ്റെ മോൻ അജാതി പവർ ഗൈസ് നമുക്ക്. പിന്നെ നമ്മൾ നമ്മൾ ഓവർ പവേർഡാണ് ഗൈസ്. അതൊക്കെ അത്രേ ഉള്ളൂ. ഈ സ്കൂൾ ബസ് ഇടിക്കാൻ പറ്റത്തില്ലല്ലേ? ഗൈസ് അതെന്തോ ഗ്ലിച്ചല്ല, ഇടിക്കാൻ പറ്റത്തില്ല. മിക്കവാറും നമ്മുടെ തലൊടിഞ്ഞ് വീണല്ലാതെ സ്കൂൾ ബസ് അനങ്ങും തോന്നണില്ല. ഗൈസ് പിന്നെ ഗൈസ് ഈ വേൾഡിൽ എന്തുണ്ട്? മാറില്ല ഗൈസ്. ഇല്ലെങ്കിൽ ഇപ്പം മട്ടൻ മന്തിയായി വിട്ടേനെ. പിന്നല്ല ഗൈസ്, നമ്മളത്രേ ഉള്ളൂ. ഗൈസ് അതാര്? ഇത് എവിടെ കയറി ഗൈസ് ഇരിക്കുന്നത്? എൻ്റെ താഴെ സംഖ്യ നമ്മളെ പേടിച്ച് കയറി ഇരിക്കുന്നതാണ് സംഭവം. അത് തന്നെ നമുക്ക് കയറാൻ പറ്റുമോ? എങ്കിൽ അവൻ അതിൻ്റെ മണ്ടേ നമ്മൾ തള്ളിയിടണം ഗൈസ്. അതൊക്കെ അത്രേ ഉള്ളൂ. മിക്കവാറും കയറാൻ പറ്റും നോക്കട്ടെ. പറ്റുന്നില്ല ഗൈസ്. നമ്മൾ വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ട. അപ്പോൾ അവിടെ ഇരുന്നോട്ട്, നമുക്ക് പിന്നെ എടുത്തോളാം അവനെ. പിന്നെന്താ? അപ്പോൾ ഗൈസ് ഒരു വെട്ടം കാണുന്നുണ്ട്. എന്തോ മിഷനാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും മിഷൻ. എൻ്റെ മോൻ നിങ്ങളത് കണ്ടാ ഗൈസ്?
എന്തായാലും ഗൈസ് ആടിൻ്റെ കാര്യം ഒന്നും പറയില്ല ഗൈസ്, അമ്മാതിരി ഇതാണ്. കാരണം വണ്ടിയുടെ മണ്ടേ കൂടെയാണ് ഗൈസ് ആട് പോണത്. ഗൈസ് ഇവിടെ പണിയെടുക്കാതെ ഒരുത്ത് നിൽക്കുമ്പോൾ പണിയെടുത്ത് നീയൊക്കെ ജീവിക്കുന്ന അങ്ങനെ സമ്മതിക്കില്ലടാ. ഇടിക്കടാ, ഇടുക്കി പിന്നല്ല ഇടുക്കിടി പിന്നല്ല ഗൈസ്, നമ്മളിവിടെ വെറുതെ ഇരിക്കുമ്പോൾ അവന്മാർ പണിയെടുത്ത് ജീവിക്കുന്നു ചുമ്മാ ഗൈസ്. ഓക്കെ ഗൈസ് ഇവിടെ എന്താ ഗൈസ്. എൻ്റെ മോനെ ഞാൻ പറഞ്ഞ ഗൈസ് എവിടെ നിന്നൊക്കെയാണ് അടി നമ്മളെ കയ്യിരിപ്പിന് തന്നെയാണ് ഗൈസ്. എവിടെ നിന്നൊക്കെ അടി വരണമെന്ന് പറയാൻ പറ്റാത്ത. ഓടറാ ഗൈസ്. ഇവിടെ നിന്ന് അവന്മാർ ചില്ല് ചെയ്യുന്നു ഗൈസ്. ഞാൻ വിചാരിച്ചപ്പോൾ നമ്മൾ തെറിച്ച് പോകുന്നു, പക്ഷെ തെറിച്ച് പോയില്ല ഗൈസ്. ഓക്കെ അടിപൊളി. ഇത് റിയൽ ലൈഫിലാണ് ഗൈസ്. ഇപ്പം 5-6 പ്രാവശ്യം മട്ടൻ മന്തി ആവാറായതാണ്. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. എന്തോ ഗൈസ് കാറ് അതാ പിന്നെ എന്ത് ഗൈസ് ഇത് ഗൈസ്. നമ്മൾ ഫുൾ എയറിലാണ് ഗൈസ്. തറയിൽ നിൽക്കുന്ന ഒരു പരിപാടിയില്ല, ഫുൾ എയറിലാണ്. അയ്യോ ചത്ത എണീക്ക ഇല്ല, നമ്മൾ അങ്ങനെയും ചാവത്തില്ല, അത് വേറെ കാര്യം. പിന്നെന്താ പിന്നെ വന്ന് പാട്ട് പറഞ്ഞു ഓടറാ. പിന്നെ അല്ല നമ്മൾ ഓരോ പ്രാവശ്യം ഇടിച്ചിട്ട് പോകുമ്പോൾ അടുത്ത പ്രാവശ്യം വന്ന് പാട്ടിടാ ഓടറാ. പിന്നെ അല്ല നമ്മൾ മാത്രം മതി ഇവിടെ, അതൊക്കെ അത്ര ഉള്ളതെന്ന്. നമുക്ക് ഈ വണ്ടി പൊട്ടിത്തെറിപ്പിക്കാൻ പറ്റുമോ? നിൽക്ക് നോക്കോട്ട്. ഈ വണ്ടി പൊട്ടിത്തെറിക്കാൻ പറ്റുമോ? നിൽക്കി നമുക്ക് ഇവിടെ കയറി നിൽക്കാം. അപ്പോൾ വണ്ടി വരുമ്പോഴത്തേക്ക് ജപ്പിക്കാൻ എന്താടാ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് അവന്മാർ വെറുതെ ആയിട്ട് പേടിയായി പേടിയായി തുടങ്ങിയേ ഗൈസ്. കണ്ടില്ലേ മറ്റേത് നമ്മൾ വഴിയും പോകുന്നതൊക്കെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോകണ വണ്ടി എന്തായാലും ഇടിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ എന്തായാലും അവൻ കേട്ടിട്ടുണ്ട്. നമ്മളെന്തായാലും ഇടിച്ച് തെറിപ്പിച്ചിട്ട് തന്നെ പോയിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും പറ്റിയില്ല, കാരണം നമ്മൾ ഉരുക്കാണ്. ഇതെന്ത് ഗൈസ് ഇവിടെ ലഹരിക്ക് അടിമപ്പെട്ട ഗ്രാമം ഗൈസ്. എൻ്റെ മോനെ എന്തോ വേറെന്തോ സാധനമൊക്കെ അടിച്ച് കയറ്റിയിട്ട് വന്ന് ഇന്ന് ഡാൻസ് കളിക്കുന്നതാണ്. ശവം കണ്ട എൻ്റെ മോനെ ഒരുത്തൻ വണ്ടിയൊക്കെ എടുത്തോണ്ട് പോകുന്നതാ. നമ്മൾ ഇത്രയും ക്രൂവലാവരുത് ഗൈസ്. നമ്മളൊരു ക്യൂട്ട് ആട്ടിൻകുട്ടിയാവണം. അതെ പൂക്കി ഗൈസ്. നമ്മൾ പുറഞ്ച് അടിക്കുകയാണ് എന്നും പറഞ്ഞാൽ നമുക്ക് നിർത്താനൊന്നും ഉദ്ദേശിച്ചില്ല ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരുത്തൻ നടന്നു പോകുന്നു ഗൈസ്. അവനൊന്ന് ശരിയാക്കി വിടണം. ഇടുക്കി തെറിപ്പിച്ച് കളാം. അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ഉമ്മാർ പണിയെടുക്കാൻ വന്ന ഓട് അതല്ല പിന്നെ ഓട് കണ്ടം വഴി ഓടറാ. അവൻ പണിയെടുക്കുന്നു. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി വേൾഡിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടോ എന്ന് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെന്താ ഞാൻ പറഞ്ഞില്ല ഗൈസ്, ബി.പിയുടെ പ്രശ്നമുണ്ട്. എന്തായാലും ബി.പിക്ക് ആശുപത്രി കാണിക്കണം, ഇല്ലെങ്കിൽ അപ്പോഴപ്പോഴും തലയിറങ്ങി വീണ് ഗൈസ്. ഇല്ലെങ്കിൽ ഉപ്പിട്ട നാരങ്ങളും കൈ വയ്ക്കണം. ഇത് നമ്മൾ നേരത്തെ ചാടി കിടക്കണം. ഗേറ്റൊക്കെ ഇളക്കിയിട്ട് ഗൈസ്. നമുക്ക് ഗേറ്റൊക്കെ ഇളക്കിയിട്ടൊരു പോക്കാണ്, അതൊക്കെ അത്രേ ഉള്ളതെന്ന്. പിന്നെ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ വലിയ മിഷൻസ് ഒന്നുമില്ല ഗൈസ്. ഉണ്ടായിരുന്നു നമുക്ക് കുറച്ചുകൂടെ ഫണ്ണിയാക്കി ചെയ്യാമായിരുന്നു. ഇപ്പോൾ ആ കാറിൻ്റെ അവിടെ ഇരുന്ന് പോകുമായിരുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് വലിയ മിഷനും കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ ഗൈസ് കുറച്ചധികം ബോറടിക്കാൻ തുടങ്ങി. കാരണം മിഷൻ ഉണ്ടായിരുന്നു നമുക്ക് കുറച്ചുകൂടെ കോമഡിയാക്കി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ നമുക്ക് ഇതിനകത്ത് വെറുതെ എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഗെയിമും കാര്യങ്ങൾ അറിയെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്ക്, നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ ഇതെന്താ ഗൈസ് ബ്ലാക്ക് ഹോളാ? ഇത് പോകാൻ പറ്റും, ഇതുവഴി പോകാൻ പറ്റുമോ? ഗൈസ് അത് വേറെ എന്തോ ലെവലിലോട്ട് കിടക്കുന്ന സംഭവമാണെന്ന് തോന്നുന്നു. ഗൈസ് നിങ്ങൾക്ക് എന്തായാലും അടിപൊളി ഗെയിം ചത്ത് അപ്പോൾ ഗൈസ് നമ്മൾ ശരിക്കും ഹായ് ഗൈസ്. അയ്യോ ഗൈസ് പേസ്റ്റായി കിടക്കുന്നു എൻ്റെ മോനെ ഗൈസ്. ഒരു രക്ഷയില്ല. എന്തായാലും എനിക്ക് നമുക്കതൊന്നും പിന്നെ വിഷയമില്ല, നമ്മൾ പിന്നെ അത് വേറെ വൈബാണ്, അത് വേറെ കാര്യം. ഓക്കെ ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഒരുപാട് കുഴഞ്ഞു ഗൈസ്. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വേറെ ഗെയിമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നമുക്ക് കളിച്ച് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ബൈ ഗൈസ്. അടിപൊളി. ഓക്കെ ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്തേക്കാൻ മറക്കരുത്. വലിയ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നമുക്ക് വീഡിയോയിൽ സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ഗൈസ് ബൈ.